ട്രെയിൻ യാത്രികരുടെ സ്വർണം കവർന്ന 4 പ്രതികൾ കോഴിക്കോട് പിടിയിലായി. 50 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന ഹരിയാന സ്വദേശികളാണ് പിടിയിലായത്. ഈ മാസം 13-ാം തീയതി ചെന്നൈ മംഗലാപുരം മെയിലായിരുന്നു കവർച്ച നടന്നത്. ഓരോ ട്രെയിനിൽ ഇവരിങ്ങനെ കയറിയിട്ട് ബാഗുകൾ ഒരു 3 സെക്കൻഡ് കൊണ്ട് അവർ ബാഗ് എന്ത് ചെയ്യും, അവർ ബാഗ് പൊട്ടിക്കും, എന്നിട്ട് അതുപോലെ തന്നെ വെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഓപ്പറേഷൻ. ഇവർ രാത്രി ട്രെയിനിൽ യാത്ര ചെയ്ത് റിസർവ് ചെയ്ത് യാത്ര ചെയ്തിട്ട് ഷൊർണൂർ വന്നിറങ്ങി തിരിച്ച് കയറിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. തിരിച്ച് ഇവർ വന്ന ട്രെയിനിൽ തിരിച്ച് യാത്ര ചെയ്തു. ഇവർ കൊയിലാണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ബാഗ് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ്. ആ സമയത്ത് ഇതാണ് അതിൻ്റെ ടൂൾസ്. ഇത് വെച്ച് അവർ സിബ് അകത്തി അതിൻ്റെ മുകളിലിരുന്നൊരു പൗച്ച് എടുക്കുകയാണ് ചെയ്തത്. സീറ്റിനടിയിൽ തന്നെ പെട്ടി വെച്ചിരിക്കുന്നത് വലിയ പെട്ടിയാണ്. കാരണം ചെറിയ ബാഗിൽ വെച്ചാൽ നഷ്ടപ്പെടും എന്നുള്ള നിലക്കാണ് വലിയ പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ 2-3 പ്രാവശ്യം എഴുന്നേറ്റ് നോക്കിയതെല്ലാണ്. പക്ഷേ ഞങ്ങൾ ഡോറിലേക്ക് പുറത്തേക്ക് പോകുന്നത് 2 മിനിറ്റ് കൊണ്ടാണ്. ഞങ്ങൾ പുറത്തേക്ക് സ്റ്റേഷൻ നോക്കുമല്ലോ, ആ സമയത്താണ് ഒരു 2 ആൾ ഒരു ബ്ലോക്ക് ചെയ്ത മാതിരി നിൽക്കുമ്പോൾ അന്നേരം ശ്രദ്ധിക്കുന്നില്ല. ആ 2 മിനിറ്റ് മതി എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. വലിയൊരു സംഘത്തിനെ തന്നെയാണ് ഇപ്പോൾ RPF-ഉം RPF-ന്റെ വിവിധ സ്ക്വാഡും റെയിൽവേ പോലീസും ചേർന്ന് പിടികൂടിയിട്ടുള്ളത്. ഹരിയാന സ്വദേശികളാണ്. ഹരിയാന സ്വദേശികളായ രാജേഷ്, ദിൽബാഗ്, മനോജ് കുമാർ, ജിതേന്ദ്ര എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഇവരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഇവർ ഹരിയാനയിലെ വലിയൊരു ഗ്യാങ് ആണ്, സാസി ഗ്യാങ് ആണ്. അവർ ഇത്തരത്തിൽ ട്രെയിനുകളിൽ ഓപ്പറേഷൻ നടത്തുന്ന ഒരു സംഘമാണ്. ഇപ്പോൾ നമ്മൾ പ്രതികരണം കേട്ടതാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എല്ലാം പ്രതികരണം കേട്ടതാണ്. വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബാഗിൽ നിന്ന് സിബ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് ബാഗിൽ നിന്നും ഈ സിബ് തുറന്നതിന് ശേഷം ഇത്തരത്തിൽ ആഭരണങ്ങൾ എടുക്കുന്ന ഒരു സംഘമാണ് ഇവർ. കൂടുതൽ ഇത്തരത്തിൽ ട്രെയിനുകളിലാണ് ഇത്തരത്തിലുള്ള മോഷണം നടത്തിയിട്ടുള്ളത്. വലിയൊരു സംഘം തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇപ്പോൾ ഈ ഒരു റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ അന്വേഷണമെല്ലാം നടക്കുക. എന്തുതന്നെയായാലും 4 പ്രതികൾ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 4 പ്രതികളാണിപ്പോൾ പിടിയിലായിട്ടുള്ളത്. 50 ലക്ഷത്തോളം രൂപ വില വരുന്ന ഡയമണ്ട്, ഒപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളാണ് കവർച്ച നടത്തിയത്. ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഈ ഒരു അന്വേഷണ സംഘത്തിന് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തതിൽ നിന്നും മറ്റ് കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്.